അതായത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു സുധാകര പക്ഷവും വി ഡി സതീശൻ പക്ഷവും വളർന്നുകൊണ്ടിരിക്കുന്നു. AI ഗ്രൂപ്പുകൾ എല്ലാവരും കൂടി ഇപ്പോൾ സുധാകരനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിൽ നേടിയ വിജയവും അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സുധാകരൻ കണ്ണൂരിൽ ജയിക്കില്ലെന്ന് തന്നെയായിരുന്നു KPCCയുടെ കണക്കുകൂട്ടൽ. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള സാഹചര്യത്തിൽ കെ മുരളീധരന് കെ സുധാകരൻ എന്തൊക്കെ വാഗ്ദാനം നൽകിയാലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര മാത്രമാകുമെന്ന് അർത്ഥം. കാര്യം പാർട്ടിയിൽ സുധാകരന് ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല തന്നെ. സുധാകരനുമായി ഒത്തുപോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും KC വേണുഗോപാലിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നിട്ട് അത് മറികടന്നുകൊണ്ട് സുധാകരനെ മാറ്റി നിർത്താനും പ്രാധാന്യം കുറച്ച് കാണിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയത് വി ഡി സതീശൻ തന്നെയാണെന്ന് കാണാം. അത് മൈക്ക് നീക്കി വെച്ചതിന് ശേഷം സുധാകരന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതായത് രമ്യ ഹരിദാസിന്റെ പരാജയത്തിനും കെ മുരളീധരന്റെ മൂന്നാം സ്ഥാനത്തേക്കുമുള്ള പോക്കിനും ഒരേ പ്രാധാന്യമാണ് വി ഡി സതീശൻ നൽകുന്നത് എന്നാണ്. നമസ്കാരം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ഇപ്പോഴൊരു കീറാമുട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയും മുരളീധരനെ അനുനയിപ്പിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്. എങ്കിലും അതിൽ തന്നെ രണ്ടഭിപ്രായം ഉയരുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു സുധാകര പക്ഷവും വി ഡി സതീശൻ പക്ഷവും വളർന്നുകൊണ്ടിരിക്കുന്നു. AI ഗ്രൂപ്പുകൾ എല്ലാവരും കൂടി ഇപ്പോൾ സുധാകരനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് പരസ്യമായ രഹസ്യമാണ്. ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് സുധാകരൻ എത്താൻ പാടില്ല എന്നാണ് രണ്ട് ഗ്രൂപ്പുകാരും കരുതുന്നത് തന്നെ. ഇക്കാര്യത്തിലുള്ള അവരുടെ എതിർപ്പ് AICCയെ അറിയിച്ചിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും സുധാകരൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി കാത്തിരുന്നത് പോലെയായിരുന്നു കോൺഗ്രസിൽ പിന്നീടുണ്ടായ ചലനങ്ങൾ. തിരിച്ചെത്തിയ അദ്ദേഹത്തിന് തിരികെ സ്ഥാനം ലഭിക്കാനായി AICCയുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. സുധാകരൻ കണ്ണൂരിൽ നേടിയ വിജയവും അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും സുധാകരൻ കണ്ണൂരിൽ ജയിക്കില്ല എന്ന് തന്നെയായിരുന്നു KPCCയുടെ കണക്കുകൂട്ടൽ. അഥവാ വിജയിച്ചാൽ തന്നെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കുമെന്നും അവർ ചിന്തിച്ചു. അതേസമയം മിന്നുന്ന വിജയം സുധാകരൻ നേടിയതോടെ ആ പേരും പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയാത്തതിലുള്ള നിരാശ സതീശൻ പക്ഷത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അതിനിടയിലാണ് മുരളീധരനുമായി ചർച്ച നടത്താൻ സുധാകരൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ടത്. വേണമെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം മുരളീധരന് വേണ്ടി ഒഴിയാൻ താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇനി അതിൽ താല്പര്യമില്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും അതിനെയെല്ലാം നിഷേധിക്കുന്ന സമീപനമാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി ഒരു മത്സരത്തിന് തനിക്ക് താല്പര്യമില്ലെന്ന് തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അദ്ദേഹത്തിന്റെ മറുപടി. മുരളീധരന്റെ തോൽവിയോടെ തൃശൂർ DCC പുകഞ്ഞു തുടങ്ങിയത് കണ്ട മുരളീധരനുണ്ടായ നിരാശ ചെറുതൊന്നുമായിരുന്നില്ല. തൻ്റെ പേരിൽ സംഘർഷം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരെ നേരിട്ടത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താൻ ഒരു പ്രവർത്തകന്റെ റോളിൽ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നും കൂടി പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ശ്രമമാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വയനാട് സീറ്റിൽ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്കിടയിൽ വലിയ കുഴപ്പമില്ലാത്ത പേരുള്ള ഒരു യുവ നേതാവാണ്. അതിനുമപ്പുറം വി ഡി സതീശനോട് വലിയ കൂറും അടുപ്പവും പുലർത്തുന്ന നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള സാഹചര്യത്തിൽ കെ മുരളീധരന് കെ സുധാകരൻ എന്തൊക്കെ വാഗ്ദാനം നൽകിയാലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര മാത്രമാകുമെന്ന് അർത്ഥം. കാര്യം പാർട്ടിയിൽ സുധാകരൻ ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല തന്നെ. ഇനി KPCCയും വി ഡി സതീശന്റെ നിയന്ത്രണത്തിലാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സുധാകരനെതിരെ ശക്തമായ സമ്മർദ്ദം AICCയിൽ ചെലുത്തിക്കഴിഞ്ഞു. സുധാകരനുമായി ഒത്തുപോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും KC വേണുഗോപാലിനോട് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അതേസമയം അങ്ങനെ ഒരു അഭിപ്രായത്തോട് AICC മുഖം തിരിച്ചതോടെ വി ഡി സതീശന്റെ മോഹങ്ങൾക്ക് മങ്ങലേറ്റു. തൽക്കാലം സുധാകരനെ മാറ്റാൻ കാരണങ്ങളില്ല എന്നായിരുന്നു AICC നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. അതേസമയം അവർ തമ്മിൽ നടന്ന തെറിവിളിയും മോശപ്പെട്ട പരാമർശങ്ങളുമെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു വി ഡി സതീശൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നത്. എന്നാൽ ഇതൊന്നും തന്നെ സുധാകരനെ പുറത്താക്കാൻ മതിയായ കാരണമല്ല എന്നായിരുന്നു KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ കണ്ടെത്തൽ. എന്നാൽ സംഘടനാ പ്രശ്നങ്ങൾക്ക് കാരണം താൻ മാത്രമല്ല എന്നാണ് സുധാകരൻ ഉയർത്തുന്ന വാദം. സത്യത്തിൽ അത് അങ്ങനെ തന്നെ അല്ലേ? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ എന്തിനാണ് വി ഡി സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കാനായി പോയത്? ചട്ടമനുസരിച്ച് വിജയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് പാർട്ടിയുടെ അധ്യക്ഷനല്ലേ? എന്നിട്ട് അത് മറികടന്നുകൊണ്ട് സുധാകരനെ മാറ്റി നിർത്താനും പ്രാധാന്യം കുറച്ച് കാണിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയത് വി ഡി സതീശൻ തന്നെയാണെന്ന് കാണാം. അത് മൈക്ക് നീക്കി വെച്ചതിന് ശേഷം സുധാകരന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഞാനല്ലേ പ്രസിഡന്റ് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. തുടർന്ന് അത് പരസ്യമായ ചർച്ചയായപ്പോൾ അത് ക്രെഡിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്നാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പൊതുധാരയിൽ ചർച്ച ചെയ്യപ്പെട്ടത്.
സമരാജ്ഞിയുടെ കാലത്ത് ഈ എതിർപ്പ് പരസ്യമായ തെറിവിളിയിൽ കലാശിക്കുകയും ചെയ്തു. ഇതൊക്കെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ DCCയിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് തടയിടാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് കഴിയാതെ പോകുന്നത്? അതിന് പിന്നിൽ എങ്ങനെയെങ്കിലും വടക്കു നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുന്നതിനുള്ള മനഃപൂർവ്വ ശ്രമം VD സതീശൻ അടക്കമുള്ളവർ നടത്തുന്നു എന്ന് വേണം കരുതാൻ. ഇതുവരെ ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടൽ VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ഇക്കഴിഞ്ഞ ദിവസം തന്നെ VD സതീശന്റെ പല പ്രസ്താവനകളിലും UDF ആണ് എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുന്നത് എന്ന നിലയ്ക്ക് ആയിരുന്നു. അക്കാര്യം അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ സംഘടനാപരമായി ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമാനുവാദം UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. വരികൾക്കുള്ളിൽ നിന്ന് വായിച്ചാൽ അത് അധ്യക്ഷൻ നടത്തിയ വയനാട് സീറ്റ് സംബന്ധിച്ച് ഉറപ്പുകൊടുക്കാൻ അധ്യക്ഷന് അധികാരമില്ല എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാം. അത് മാത്രമല്ല, തൃശ്ശൂരിലെ തോൽവി മാത്രമല്ല, ആലത്തൂരിലുണ്ടായ പരാജയത്തെക്കുറിച്ചും കൂടി അന്വേഷണം നടത്തുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു. അതായത് രമ്യ ഹരിദാസിന്റെ പരാജയത്തിനും K മുരളീധരന്റെ 3ാം സ്ഥാനത്തേക്കുള്ള പോക്കിനും ഒരേ പ്രാധാന്യമാണ് VD സതീശൻ നൽകുന്നത് എന്നാണ്. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് മുരളീധരന്റെ കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ KPCC അധ്യക്ഷന് യാതൊരു അധികാരവും ഇല്ല എന്ന് തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് VD സതീശൻ എന്ന് കാണാം. അതായത് കോൺഗ്രസിനുള്ളിലെ ഇത്തരം വിഭാഗീയതകൾ എല്ലാം ഇപ്പോഴുണ്ടായ നേട്ടത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് എന്ന് തന്നെ പറയാം.